ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വരുന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി വിഭവം തയ്യാറാക്കാം. കൊത്ത് ചപ്പാത്തി എന്നാണ് പറയുന്നത്. കൊത്ത് പൊറോട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതേപോലെ തന്നെയാണ് കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ഞാൻ കനം കുറച്ചരിഞ്ഞ ഒരു സവാള നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അത് വഴന്ന് വരുമ്പോൾ ഒരു 2 പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വഴന്ന് വരുമ്പം നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. പച്ചക്കറികളായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ പഴുത്ത തക്കാളി. ആദ്യമേ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിനാണ് അല്പം വേവ് കൂടുതലുള്ളത്, അതുകൊണ്ട് അതിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് പഴുത്ത തക്കാളിയും ക്യാബേജും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളിതിന് ആവശ്യമായ മുട്ട ചേർക്കാം. 1 or 2 മുട്ട നിങ്ങൾ എടുക്കുന്ന ചപ്പാത്തിക്കനുസരിച്ച് എടുക്കേണ്ടതാണ്. ഞാനിപ്പം 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്, അതിന് ഞാൻ 1 മുട്ടയെ എടുത്തിട്ടുള്ളൂ. പച്ചക്കറികളെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. മുട്ടയൊഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മുട്ടയ്ക്ക് ആവശ്യമായ ഒരല്പം ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടയൊന്ന് ചിക്കിയെടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് പച്ചക്കറികളോട് ചേർത്ത് ഒന്നുകൂടി ഇത് വഴറ്റണം. ഇതും ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ പച്ചക്കറിക്ക് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഇട്ട് നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ വഴറ്റണം. അതും വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ചപ്പാത്തി കനം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കനം കുറച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു 2 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം മല്ലിയിലയും ഒരു അരമുറി നാരങ്ങയുടെ പാതിയുടെ നാരങ്ങാനീര്, ഒത്തിരിയായ പുളിയായി പോകും. അല്പം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം അല്പം ക്യാപ്സിക്കത്തിന് വേവ് കുറവായതുകൊണ്ട് അത് ലാസ്റ്റിലിട്ടാൽ മതി. പിന്നെ ഈ ചപ്പാത്തി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊത്ത് ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓളെന്നുള്ള ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ കൊത്ത് ചപ്പാത്തി റെഡിയായിട്ടുണ്ട്. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.